ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ നവംബർ 2022 ആണ്. ഇനി നവംബർ 2022 നമ്മൾ സെക്ഷൻ വൈസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് സെക്ഷൻ ആയ സെക്ഷൻ എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി വെക്റ്റർ ഫംഗ്ഷൻ r of t equal to sin t I minus e raised to minus t j plus 3t cube minus 4k ആണ് നമ്മളെ ഫംഗ്ഷൻ അല്ലെ. r of t തന്നിട്ടുണ്ട്. ഇതിന്റെ എന്താണ് ഡെറിവേറ്റീവ് കാണാനാ പറഞ്ഞത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു t യില്. നമുക്ക് തന്നിട്ടുണ്ട് ആരാണ് ഇവിടെ r അല്ലെ. r of t എന്ന് പറഞ്ഞാൽ എന്താണ്? sin t I minus e raised to minus t j plus 3t cube minus 4 into k. ഇതിന് ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു ആരിലെ t ല്. അപ്പൊ dr by dt ഈക്വൽ ടു എന്താവും? സൈന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പൊ കോസ് ടി ഐ മൈനസ് ഇ റൈസ് ടു മൈനസ് ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ആണ് ജെ പ്ലസ്. ഇനി ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3 into t സ്ക്വയർ ആണ്. 4 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി യിൽ എന്താവും? 0 ആണ്. into k ആയി. അപ്പൊ ഈക്വൽ ടു കോസ് ടി ഐ മൈനസിന്റെ മൈനസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ജെ പ്ലസ് 3 into 3 എത്രയാണ്? 9. അപ്പൊ 9t സ്ക്വയർ അല്ലെ. മൈനസ് എന്ന് പറഞ്ഞാൽ 0. ബാക്കി എന്താ? k ആണ്. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ഡി ആർ ബൈ ഡി ടി അഥവാ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? കോസ് ടി ഐ പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ജെ പ്ലസ് 9t സ്ക്വയർ k ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇഫ് z ഈക്വൽ ടു 4x ക്യൂബ് y സ്ക്വയർ മൈനസ് 6x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 5 ഫൈൻഡ് ഡോ z ബൈ ഡോ എക്സ് ആൻഡ് ഡോ z ബൈ ഡോ y ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ തന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഡെറിവേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിലും എന്ത് ചെയ്യുക? വൈയിലും. അപ്പൊ തന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു എന്താണ്? 4x ക്യൂബ് y സ്ക്വയർ മൈനസ് 6x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 5 ആണ്. ഇതിന് എന്ത് ചെയ്താൽ മതി? ഡോ z ബൈ ഡോ എക്സ് കാണും. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ 4 into 3x സ്ക്വയർ അല്ലെ. എക്സ് മാത്രം. പിന്നെ y സ്ക്വയർ ഇവിടെ എന്താവും? 6 into 2x. ബാക്കി എല്ലാ ടേം അല്ലെ. y സ്ക്വയർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോൾ 0 ആണ്. 5ന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. 4 into 3 12x square y square minus 6 into 2 12x അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ എന്ത് വരുന്നത്? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത ഡോ z ബൈ ഡോ y ആണ്. ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ല്. ഇവിടെ എന്താ? 4x ക്യൂബ് y നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2y ആയി. 6x സ്ക്വയർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 0 ആണ്. y സ്ക്വയർ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2y 5ന് ചെയ്യുമ്പോൾ 0. അപ്പൊ എന്ത് കിട്ടി? 4 into 2 8x ക്യൂബ് y പ്ലസ് 2y ആണ് നമുക്ക് ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് റെസ്പെക്ട് ടു y ല് കിട്ടുക. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇഫ് f of x, y ഈക്വൽ ടു e raised to xy ഫൈൻഡ് del f of x, y. ഇതിന് എന്ത് കാണാൻ പറഞ്ഞു? നമ്മള് del f കാണാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് del f കാണാനുള്ള ഇക്വേഷൻ? del f ഈക്വൽ ടു എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ് നമുക്ക് എന്ത് പറയുന്നത്? del f കാണാനുള്ള ഇക്വേഷൻ. ഇനി എന്ത് ചെയ്താൽ മതി? എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എഫ് ഈക്വൽ ടു ഇവിടെ എന്താണ്? ഇ റൈസ് ടു എക്സ് വൈ ആണ്. അപ്പൊ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെയും വിത്ത് റെസ്പെക്ട് ടു വൈനെയും വിത്ത് റെസ്പെക്ട് ടു സെഡിനെയും. ഇവിടെ സെഡിന് ചെയ്യുമ്പോൾ എക്സ് വൈ മാത്രമേ ഉള്ളൂ. അപ്പൊ സെഡ് ടേം എന്താവും? ആൾവേസ് 0 ആയി മാറും. അപ്പൊ ഓരോന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു അല്ലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എഫ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് വൈ ഐ പ്ലസ് അടുത്ത് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് അല്ലെ ഇ റൈസ് ടു എക്സ് വൈ കെ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇ റൈസ് സെഡിന് ഇ റൈസ് സെഡിനാണ്. പിന്നെ ആ സെഡിന് ഡെറിവേറ്റ് ചെയ്യണം. അഥവാ ഇവിടെ എക്സ് വൈന് ഡെറിവേറ്റ് ചെയ്യാം.
എക്സ് വൈന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എക്സിന് 1 ഉം വൈക്ക് എന്തായി y ടേമായി മാത്രം വരും. എന്താണ് നമുക്കറിയാം എന്താണ് e റൈസ് ടു z നെ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുകയാണെങ്കിൽ e റൈസ് ടു z നെ ഇടുക ഇൻറ്റു d ബൈ ഡി സെഡ് ഓഫ് z ചെയ്താൽ മതി. അപ്പൊ അതേപോലെ ഇവിടെ നോക്കുക, ഇവിടെ എക്സ് ആകുമ്പോ e റൈസ് ടു എക്സ് വൈ ഈക്വൽ ടു e റൈസ് ടു എക്സ് വൈ അതേപോലെ എഴുതുക. പിന്നെ എന്ത് ചെയ്താൽ മതി, d ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ചെയ്യുക. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് അല്ലെ, ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ d മാറി ഡോ ആവുന്നുള്ളൂ. അപ്പൊ ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് ആയി വരിക, അപ്പൊ y കോൺസ്റ്റന്റ് ആയി മാറും. എക്സിന് മാത്രം ചെയ്യുമ്പോൾ ഇവിടെ 1 ആവും. ഇനി അതേപോലെ ഇത് പറഞ്ഞു നോക്കാം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു വൈയിലായതുകൊണ്ട് എക്സ് വൈ ആയി മാറി. പിന്നെ അവിടെ ആരാവും കോൺസ്റ്റന്റ്, എക്സ് ആണ് കോൺസ്റ്റന്റ്, വൈന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1. അപ്പൊ ഇവിടെ എന്തായി, ഇവിടെ എക്സ് ആയി ജെ. ഇവിടെ എന്ത് സംഭവിച്ചു, e റൈസ് ടു എക്സ് വൈ ഇൻറ്റു ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് 0 ആണ് അല്ലെ, എക്സ് വൈ മാത്രം പാർഷ്യൽ ഡെറിവേറ്റീവ് ആരുമില്ല, അതുകൊണ്ട് 0 ആയി മാറി. അപ്പൊ ഈ മൊത്തം 0 ആയി പോയി. ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ, y into e raised to xy I plus x into e raised to അല്ലെ e into e raised to xy into j ആയി മാറി. അപ്പൊ y into e raised to xy I plus x into e raised to xy into j. ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്, e raised to xy ഔട്ട്സൈഡ്. അപ്പൊ yi plus xj ആണ് നമ്മൾ കിട്ടിയത്. അപ്പൊ ഇതാണ് ഇതിന്റെ എന്താണ് ഡെൽ എഫ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത്, ഫൈൻഡ് ദി ലെവൽ ഓഫ് കർവ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പാസിംഗ് ത്രൂ ദി പോയിന്റ് -1,2. അപ്പൊ ലെവൽ ഓഫ് കർവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലെവൽ ഓഫ് കർവ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഡെൽ എഫ് കണ്ടെത്തിയാൽ മതി. അതിലേക്ക് ആ പോയിന്റ് കൊടുക്കുക, എക്സിന്റെ സ്ഥാനത്ത് -1 ഉം വൈന്റെ സ്ഥാനത്ത് 2. അപ്പൊ ഡെൽ എഫ് കണ്ടെത്തിയാൽ മതി. അപ്പൊ ഡെൽ എഫ് കാണാനുള്ള ഇക്വേഷൻ അറിയാം, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണെന്ന് അറിയാം. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പറയുന്നത്, വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അറ്റ് എക്സിന്റെ വാല്യൂ ഇവിടെ -1, വൈന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 2 ആണ്. അപ്പോ ഡെൽ എഫ് കണ്ടതിന് ശേഷം അതിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, എക്സിന്റെ സ്ഥാനത്ത് -1 ഉം വൈന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഓരോന്നായിട്ടും. ഇവിടെ എഫിന്റെ സ്ഥാനത്ത് എന്ത് റീപ്ലേസ് ചെയ്യുക, വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഡോ ബൈ ഡോ വൈ ഓഫ് അല്ലെ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു. അപ്പൊ ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും, -2x. വൈ സ്ക്വയർ പാർഷ്യൽ ഡെറിവേറ്റീവ് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പൊ -2x i പ്ലസ് ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ y സ്ക്വയറിന് 2y j i എക്സിന് ചെയ്യുമ്പോൾ 0 ആയി പോയി. ഇവിടെ നോക്കുക, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഇതൊക്കെ എന്തായി 0 ആയി മാറി. അപ്പൊ ഞാൻ അത് എഴുതുന്നില്ല. അപ്പൊ ഇത് മൊത്തം എന്തായി 0 ആയി പോയി. അപ്പൊ എന്തിട്ട് +0 k ആയി. എങ്ങനെ എഴുതാം, -2xi പ്ലസ് 2y j ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയി വന്നത്. ഇനി നമ്മൾ പറയുന്നത് അറ്റ് എന്താണ് -1,2 അഥവാ ഡെൽ എഫ് ഓഫ് -1,2 ആണ്. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, -1 കൊടുക്കുക, വൈന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ -2 into -1 2i i 2 into 2 4. അപ്പൊ 4j ആണ് ഇതിന്റെ ലെവൽ ഓഫ് കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദി div f for f equal to x square y cube minus z raised to 4i plus 4x raised to 5 y square zj minus y raised to 4 z6k. ഇതിന്റെ div f ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞത് div f ആണ്. അപ്പൊ div f എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം, ഡെൽ ഡോട്ട് എഫ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലെ, എഫ് എന്ന് പറഞ്ഞ വെക്ടർ നമ്മൾ എഫ് എന്ന വെക്ടറിനെ എങ്ങനെ എഴുതാ, f1i പ്ലസ് f2j പ്ലസ് f3k ആണ്. അങ്ങനെയാണെങ്കിൽ അല്ലെ ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡോ f1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ f2 ബൈ ഡോ വൈ പ്ലസ് ഡോ f3 ബൈ ഡോ z ആണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മറ്റത് ijk ഉണ്ടായിരുന്നു, ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്തുണ്ടാവില്ല, ijk ഉണ്ടാവില്ല. അപ്പോ ഡോ f1 ബൈ ഡോ എക്സ് പ്ലസ് ഡോ f2 ബൈ ഡോ വൈ പ്ലസ് ഡോ f3 ബൈ ഡോ z. അപ്പൊ ഇതാണ് നമ്മൾ ആര് പറയുന്നത്, f1. ഇതാണ്
F2 ഇതാണ് ആര് വരുന്നത് F3. അപ്പൊ നേരെ ഇത് കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാ ആദ്യം പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക ഓരോന്നിനെയും. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈക്വൽ ടു ഇനി F1 ന്റെ സ്ഥാനത്ത് ഇവിടെ ഏതാണ് വരുന്നത് F1 എന്ന് പറഞ്ഞാൽ x സ്ക്വയർ y ക്യൂബ് മൈനസ് z റൈസ് ടു 4 പ്ലസ് ഡോ ബൈ ഡോ y. F2 എന്ന് പറഞ്ഞാൽ 4x റൈസ് ടു 5 y സ്ക്വയർ z പ്ലസ് F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡോ ബൈ ഡോ z ഓഫ് മൈനസ് y റൈസ് ടു 4 z റൈസ് ടു 6. ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 2x എന്തായി y ക്യൂബ്, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 0 ആയി, പ്ലസ് ഇതിനെ ചെയ്യുമ്പോൾ 4x റൈസ് ടു 5 y സ്ക്വയർ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും 2y ആയി ഇൻറ്റു z പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ എന്താവും അല്ലെ മൈനസ് y റൈസ് ടു 4 ഇൻറ്റു 6 ഇൻറ്റു z റൈസ് ടു 5 ഈക്വൽ ടു 2xy ക്യൂബ് ഇത് 0 ആയി, പ്ലസ് 4 ഇൻറ്റു 2 8 x റൈസ് ടു 5 y z ആയി. ഇനി പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 6 ഇൻറ്റു y റൈസ് ടു 4 z റൈസ് ടു 5 ആണ് ഇതിന്റെ div f അഥവാ എന്താണ് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര കിട്ടി 2xy ക്യൂബ് പ്ലസ് 8x റൈസ് ടു 5yz മൈനസ് 6y റൈസ് ടു 4z റൈസ് ടു 5 ആണ് ആര് വന്നത് div f അല്ലെങ്കിൽ ഡെൽ ഡോട്ട് എഫ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ? ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 3 ഇന്റഗ്രൽ -1 to 1 2x - 4 dx. ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ആണ്. അപ്പൊ ഇവിടെ dx മാത്രം പോരാ, എന്തുകൂടി വേണം dy കൂടിയും വരണം. അപ്പൊ ഞാൻ അവിടെ ചേർക്കാണ്, ക്വസ്റ്റ്യനിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ എന്താവും dx into dy എന്ന് വെച്ചാൽ ഈ dx ഫസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് ഇതാണ്, ഇത് ലാസ്റ്റ് dy ആയതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് പറഞ്ഞാൽ y ന്റെ ലിമിറ്റ് എവിടെ 1 to 3 ആണ്. അപ്പൊ ഇന്റഗ്രൽ 1 to 3 ഒന്നുകൂടി എടുത്ത് എഴുതി -1 to 1 2x - 4 dx into dy ആണ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 3 ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക 2x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ ബൈ 2 4 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4x -1 to 1 dy ആണ്. ഈ 2 2 ക്യാൻസൽ ആയി, ബാക്കി എന്താവും ഇന്റഗ്രൽ 1 to 3 എന്തായി x സ്ക്വയർ മൈനസ് 4x -1 to 1 dy ആണ്. ഇനി എന്ത് ചെയ്യുക അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ അല്ലെ 1 അപ്പർ ലിമിറ്റ് കൊടുത്തു 4 into 1 മൈനസ് ഓഫ് ഇനി ലോവർ ലിമിറ്റ് -1 അപ്ലൈ ചെയ്തു 4 into -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 3 1 സ്ക്വയർ 1 4 into 1 എന്ന് പറഞ്ഞാൽ 4 തന്നെ -1 ന്റെ സ്ക്വയർ 1 4 into -1 ആണ് -4. അപ്പൊ ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് എന്തായി +4 ആയി. ഈ ഇൻറ്റു ഇവിടെ എന്തുകൂടി ഉണ്ട് dy കൂടി എഴുതാനുണ്ട് ഇൻറ്റു dy ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 3 ഇവിടെ സിംപ്ലിഫൈ ചെയ്യുക, ഇവിടെ എന്തായി -3 ആയി അല്ലെ 4 -3 -5 ഇൻറ്റു dy ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി ഇന്റഗ്രൽ 1 to 3 -8 dy ഈക്വൽ ടു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ആദ്യം കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു ഇൻറ്റു dy. അപ്പൊ വെറും ഇന്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ വെറും അളവ് എന്താവും y ആണ്. എന്ത് ചെയ്യുക ലിമിറ്റ് കൊടുക്കുക 1 to 3. ഇനി എന്ത് ചെയ്യുക അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്പൊ 3 - 1 ഈക്വൽ ടു -8 into 2 എത്രയായി -16 ആണ് ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. എന്താണ് സെവൻത് ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ദി സ്റ്റോക്സ് തിയറം. അപ്പൊ എന്താണ് സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സ്റ്റേറ്റ്മെന്റ് അഥവാ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? ലെറ്റ് എസ് ബി ദി പീസ്വൈസ് സ്മൂത്ത് ഓറിയന്റഡ് സർഫേസ് ബൗണ്ടഡ് ബൈ ദ പീസ്വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി. Let f of x, y, z equal to p of x, y, z I plus q of x, y, z j plus r of x, y, z k be vector field for which p, q and r the continuous and have the continuous first partial derivatives in a region of 3 space containing S. If C is traversed in the positive oriented direction, then close integral over c f dot dr equal to close integral over c f dot t into ds equal to double integral over f
curl f dot n ds, where n is a unit normal to s, direction of the orientation of s. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് ഒന്ന് പഠിച്ച് എഴുതാം. അതേപോലെ നമ്മൾ കഴിഞ്ഞ ചോദിച്ചിരുന്നു, നമ്മൾ ഗ്രീൻസ് തിയർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു സ്റ്റോക്സ് തിയർ ആണ്. അപ്പൊ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തെങ്കിലും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ ഗോസ് തിയറും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻസ് തിയർ ആയിരുന്നു, ഇപ്രാവശ്യം സ്റ്റോക്സ് തിയർ ആയിരുന്നു. ഇനി എന്ത് ചെയ്യാം, ചിലപ്പോ അടുത്ത പ്രാവശ്യം ഗോസ് തിയറോടെയും ചോദിക്കാം. ഇനി 8th ക്വസ്റ്റ്യൻ എന്താണ്? 8th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ജാക്കോബിയൻ ഓഫ് x equal to r cos theta y equal to r sin theta. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ജാക്കോബിയൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ജാക്കോബിയന്റെ ഇക്വേഷൻ എന്താണ്? ജാക്കോബിയൻ അവർ ഡോ ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡോ ഓഫ് ആർ കോമ തീറ്റ ഈക്വൽ ടു എന്താണ്? ഡോ എക്സ് ബൈ ഡോ ആർ, ഡോ എക്സ് ബൈ ഡോ തീറ്റ, അടുത്ത ഡോ വൈ ബൈ ഡോ ആർ, ഡോ വൈ ബൈ ഡോ തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് ജാക്കോബിയന്റെ ഇക്വേഷൻ. ഇവിടെ നമുക്കറിയാം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് കണ്ടെത്താം. ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഡോ എക്സ് ബൈ ഡോ ആർ. അപ്പൊ എക്സ് ഇതാണ്, അപ്പൊ എക്സ് ഈക്വൽ ഇവിടെ എന്താണ്? ആർ കോസ് തീറ്റയാണ്. അപ്പൊ ഡോ എക്സ് ബൈ ഡോ ആർ എന്ന് പറയുമ്പോൾ എന്താവും? അല്ലെ, ആർ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ വെറും കോസ് തീറ്റ ആയി മാറും. ഇനി ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ഡെറിവേറ്റീവ് എന്താവും? മൈനസ് സൈൻ തീറ്റയാണ്. ഇവിടെ ആറും കൂടി ഉണ്ട്, അപ്പൊ മൈനസ് ആർ സൈൻ തീറ്റ ആയി മാറി. ഇവിടെ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്. അപ്പൊ ഡോ വൈ ബൈ ഡോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സൈൻ തീറ്റ ആയി മാറി. ഡോ വൈ ബൈ ഡോ തീറ്റ ഈക്വൽ ടു അല്ലെ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താവും? സൈൻ ഡെറിവേറ്റീവ് കോസ്, അപ്പൊ ആർ കോസ് തീറ്റ ആയി മാറും. അപ്പൊ നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ എന്താവും? ഇവിടെ കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ, ഇവിടെ എന്തായി? സൈൻ തീറ്റ ആർ കോസ് തീറ്റ ആയി മാറി. ഇനി ഇതിനെ ഡിറ്റർമിൻ വാല്യൂ കണ്ടെത്തുക. അപ്പൊ ഇങ്ങനെ ക്രോസ് ആയി കൊടുക്കുക. അപ്പൊ ആർ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അപ്പൊ എന്തായി? ആർ കോസ് സ്ക്വയർ തീറ്റ. അടുത്തെന്തുണ്ട്? അല്ലെ, മൈനസ് ഇൻറ്റു മൈനസ്, ക്രോസ് ആയി ഒരു മൈനസ്, പിന്നെ ഇവിടെ ഒരു മൈനസ്, അപ്പൊ എന്തായി? പ്ലസ് ആയി. അപ്പൊ പ്ലസ് ആർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? ആറിന്. അപ്പൊ ആറിന് ഔട്ട് സൈഡ് എടുത്തു. കോസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. നമുക്കറിയാം കോസ് തീറ്റ അല്ലെ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയുടെ വാല്യൂ വരുന്നത്? 6 ആണ് വരുന്നത്. കേട്ടോ? അപ്പൊ ഇതാണ് നമ്മളെ ജാക്കോബിയൻ ആയിട്ട് നമ്മള് അല്ലെ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും വെച്ച് കണ്ടെത്തിയപ്പോ എത്ര കിട്ടി? 6 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. എന്താണ് 9th ക്വസ്റ്റ്യൻ? എക്സ്പ്രസ് 1 പ്ലസ് ഐ ഇൻ പോളാർ ഫോം. ഇതിനെ പോളാർ ഫോമിലേക്ക് നമുക്ക് റെപ്രസെന്റേഷൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു തന്ന ഫംഗ്ഷൻ, അപ്പൊ കിട്ടിയ ഫംഗ്ഷനെ അല്ലെങ്കിൽ തന്ന ഫംഗ്ഷൻ എന്താക്കി എടുക്കുക? z ആക്കി എടുക്കുക. z ഈക്വൽ ടു 1 പ്ലസ് ഐ ആണ്. നമുക്കറിയാം പോളാർ ഫോമിന്റെ ഇക്വേഷൻ അറിയാം. z ഈക്വൽ ടു ആർ ഇൻറ്റു എന്താണ് അല്ലെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന രീതിയിലാണ് നമ്മൾ എഴുതുക. ഇതിന്ന് ആര് കണ്ടെത്തണം? ആറിനെയും കണ്ടെത്തണം, തീറ്റിനെയും കണ്ടെത്തണം. നമുക്കറിയാം ഇവിടെ z എന്ന് പറഞ്ഞ് അല്ലെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 പ്ലസ് ഐ ആണ്. അപ്പൊ ഇവിടെ x എന്ന് പറഞ്ഞ് നമുക്കറിയാം റിയൽ പാർട്ട് ഓഫ് z ആണ്. റിയൽ പാർട്ട് ഓഫ് z ഇവിടെ എത്ര? 1. y എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് z ആണ്. അതും എത്രയാണ്? 1 ആണ്. അല്ല, അതിന്റെ ഇപ്പുറത്ത് വരുന്ന നമ്പർ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു 2 പ്ലസ് 3i എന്ന് വിചാരിക്കുക. ഇവിടെ x റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം y എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ രണ്ടും എന്താണ്? 1 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിനെ എന്ത് ചെയ്യുക? മോഡ് z നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അത് ഇതിന്റെ അകത്താണ് റൂട്ടിന്റെ അകത്ത്, ഈക്വൽ ടു എക്സിന്റെ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എത്ര കിട്ടി? 1 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട്. ഇനി അടുത്ത എന്താണ്? തീറ്റ ആണ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അല്ലെ y ബൈ എക്സ്. മോഡാണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 ബൈ 1 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 എന്നാണ് എപ്പോഴാണ്?
ടാൻ 1 അല്ലെ 1 ആവുന്നത് അല്ലെ? അപ്പൊ പൈ ബൈ 4ലാണ് ടാന്റെ വാല്യൂ എന്ത് വരുന്നത് അല്ലെ? പൈ ബൈ 4 ആകുമ്പോൾ ടാന്റെ വാല്യൂ 1 ആകുന്നത്. ഇനി നേരെ നമ്മളെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. ഇവിടെ അല്ലെ ആറിന്റെ വാല്യൂ √2 ആണ്. തീറ്റന്റെ വാല്യൂ ഇവിടുത്തെ പൈ ബൈ 4 I ഇൻറ്റു സൈൻ പൈ ബൈ 4 ആയി വന്നു. അപ്പൊ ഇതാണ് നമ്മൾ പോളാർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്തത് 1 പ്ലസ് ഐനെ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ. എന്താ 10th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഇവാലുവേറ്റ് ലിമിറ്റ് z ടെൻസ് ടു I z റേസ് ടു 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് I. അപ്പൊ നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ I റേസ് ടു 4 മൈനസ് 1 ബൈ I മൈനസ് I. ഇതെന്തായി? 1 മൈനസ് 1 ബൈ അല്ലെ ഇവിടെ I മൈനസ് I, ദാറ്റ് ഈസ് 0 ബൈ 0 ഫോം ആയി. അപ്പൊ നമുക്കറിയാം ഇതിനെ എന്ത് ചെയ്യണം? എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. പക്ഷെ എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് മാറ്റം വരുത്തി ചെയ്യും. അപ്പോ ലിമിറ്റ് എന്തായി? z ടെൻസ് ടു I z റേസ് ടു 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് I ആണ്. നമുക്കറിയാം z റേസ് ടു അല്ലെ 4നെ ഒന്ന് മാറ്റം വരുത്തി ഞാൻ അല്ലെ. z എങ്ങനെ മാറ്റം? I ടു I-നെ z റേസ് ടു 4 മൈനസ് 1 റേസ് ടു 4 ഡിവൈഡഡ് ബൈ നമുക്ക് 1നെ എങ്ങനെ മാറ്റം എഴുതാം? ഇത് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. നമ്മള് എങ്ങനെ z സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ z മൈനസ് I എന്ന രീതിയിൽ എഴുതി ഈക്വൽ ടു. ഇനി ഇവിടെ എന്ത് ചെയ്യാണ്? z സ്ക്വയർ മൈനസ് 1 ബൈ അല്ലെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെ മാറ്റി എഴുതാം അല്ലെ? z അല്ലെ z ഇൻറ്റു 1 ഇൻറ്റു z പ്ലസ് 1 എന്ന രീതിയിൽ എഴുതാം. ഇനി ഇവിടെ അതേപോലെ z സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതേപോലെ എഴുതിയാൽ മതി z സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഈ ലിമിറ്റ് എങ്ങനെ എഴുതി? ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു I അല്ലെ z സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എങ്ങനെ എഴുതി? z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1. ഇവിടെ എന്തായി? z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് I. നമുക്ക് ഇവിടെ നീ മാത്രം നോക്കിയാൽ മതി. ഇതിനെ അങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. ഇതിനൊരു പ്രശ്നക്കാരനല്ല. ലിമിറ്റ് കൊടുത്ത് അപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ആണെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1. അത് ഇനി അടുത്ത ലിമിറ്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി I ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ബൈ z മൈനസ് I ആക്കി മാറ്റി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ നേരെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നമല്ല, ഇവിടെ എന്താ ഇതാണ് അവിടെ പ്രശ്നം വരുന്നത്. ഇതിനൊക്കെ സിംപ്ലിസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെറിവേറ്റ് ചെയ്യാൻ പറ്റൂ. ഇതിനെ ഇനി ഡെറിവേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യാം, ലിമിറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പൊ എന്താവും? I മൈനസ് 1 ഇൻറ്റു എന്തായി? I പ്ലസ് 1 അല്ലെ. ഇനി ഇതിനെ ഡെറിവേറ്റ് കാണാം. എന്ത് ചെയ്യാം? സെപ്പറേറ്റ് എൽ ഹോപ്പിറ്റൽ സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യാം. z സ്ക്വയർ ഡെറിവേറ്റീവ് 2x, 1 ഡെറിവേറ്റീവ് 0 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായി? 1 ആണ്. നമുക്കറിയാം I മൈനസ് 1 ഇൻറ്റു I പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഇതേപോലെ തിരിച്ച് എഴുതാണെങ്കിൽ എഴുതാം. അപ്പൊ എങ്ങനെ കിട്ടും? ഈക്വൽ ടു I സ്ക്വയർ മൈനസ് 1 I മാറി. ഇനി എന്താവും? ലിമിറ്റ് z ടെൻസ് ടു I ഇതെന്താ ഇവിടെ 2z ആണ്. ഇവിടെ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം എന്താണ് അല്ലെ? മൈനസ് 1 ആയി മാറും. പിന്നെ മൈനസ് 1 ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 2 ഇൻറ്റു I ആയി മാറും. ഇവിടെ എന്തായി? മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു I ഈക്വൽ ടു മൈനസ് 4I ആണ് ഇതിന്റെ ആൻസർ. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ z റേസ് ടു 4 മൈനസ് 1 റേസ് ടു 4ലേക്ക് മാറ്റി നമ്മൾ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. z സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ എങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് കൊണ്ടുപോയാലും പറ്റും. ഞാൻ ഇവിടെ ഒന്നുകൂടി മാറ്റം വരുത്തി z സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇൻറ്റു ഈക്വൽ ടു z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1. ഇതിനെ z സ്ക്വയർ പ്ലസ് 1ലേക്ക് മാറ്റി എഴുതി. ഇവിടെ എന്തായി? സ്പ്ലിറ്റ് ചെയ്തു ലിമിറ്റ് z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1. ലിമിറ്റ് z ടെൻസ് ടു I z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1. ഈ ഇവിടെയാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂള് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അവിടെ എന്തായി? 2z ബൈ 1ലേക്ക് മാറി. ഇനി എന്ത് ചെയ്തു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I സ്ക്വയർ മൈനസ് 1 ആണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ I ഇൻറ്റു I ന് മൈനസ് 1 മൈനസ് I 1 മൈനസ് 1 അങ്ങനെ ചെയ്തിട്ട് കണ്ടെത്താനും പറ്റും. അതിനാൽ I സ്ക്വയർ മൈനസ് 1 ചെയ്തു. I സ്ക്വയറിന്റെ വാല്യൂ മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു 2 ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്തു 2 ഇൻറ്റു I. അപ്പൊ എന്തായി? മൈനസ് 4I ആണ് ഇതിന്റെ വാല്യൂ. ക്ലിയർ ആയല്ലോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. എന്താണ് 11th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? Evaluate close integral over c e raised to z divided by z minus 3 dz where c is the mod x mod z equal to 1. mod എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റ് സർക്കിൾ 1 ആകുമ്പോൾ സെന്റേർഡ് ആയിട്ട് എന്താണ് 0 ആണ്. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 0 ഈക്വൽ ടു 1. അപ്പൊ സെന്റേർഡ് ആയിട്ട് 0 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരുന്നത്? ഇവിടെ 1 വരും, ഇവിടെ എന്താവും? -1 വരും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിട്ട് എന്താണ്? z minus 3 ആണ്. ഇതിന് ഒന്നുകൂടി മാറ്റിയതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? z ഈക്വൽ ടു 3. ഈ 3 എന്ന പോയിന്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ അല്ല, ഈ യൂണിറ്റ് സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാ? z ഈക്വൽ ടു 3 റീസൺ ഏതാണെങ്കിൽ ഈക്വൽ ടു 3 ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഇതേപോലെ വാല്യൂ എന്തായിരുന്നു? 0. അവിടെ ഇവിടെ ഒരു z ടേം മാത്രം കയറി വന്നു എന്നുള്ളൂ. ഇൻസൈഡ് ദി c hence z equal to 3 a point outside the c, the hence 1 by z minus 3 is analytic. ഇത് analytic ആണ്. with in and on c and so by എന്ത് പറയാം? Cauchy-Grosset theorem. നമ്മൾ തിയറം കോട്ട് ചെയ്തെന്നുള്ളൂ. അപ്പൊ ഇന്റഗ്രൽ ഓവർ c e raised to z by z minus 3 into dz ന്റെ വാല്യൂ എന്തായി? 0 ആയി. കാരണം എന്താ? ഈ c ഈ കോണ്ടൂറിന്റെ ഔട്ട്സൈഡിലാണ് നമ്മൾ z ന്റെ തന്ന വാല്യൂ ആയതുകൊണ്ട് ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ എന്തായി? 0 ആയി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. എന്താണ് 12th ക്വസ്റ്റ്യൻ? Evaluate close integral over c z bar dz where c is x equal to t, y equal to t square, 0 less than or equal to t less than or equal to 1. നമുക്കറിയാം z of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ x of t plus I into y of t ആണ്. ഇവിടെ x of t അഥവാ x എന്ന് പറഞ്ഞ t ആണ്, y എന്ന് പറഞ്ഞ ഇവിടെ എത്ര? t square ആണ് അല്ലെ? അപ്പൊ എന്ത് കിട്ടി? 0 less than t less than or equal to 1. അപ്പൊ z of t കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമുക്ക് f of z എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? z bar ആണ്. എന്ന് വെച്ചാൽ f of z of t equal to z അല്ലെ? z bar of ഇവിടെ z of t എന്ന് പറഞ്ഞ എന്താണ്? t plus എന്താണ്? t plus I into t square ആണ്. പിന്നെ അതിന്റെ കോഞ്ചുഗേറ്റ്. ഈ കോഞ്ചുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വരുന്ന അവിടെ മൈനസ് ഇട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ t minus I into t square. നമുക്കറിയാം z dash of t എന്ന് പറഞ്ഞാൽ z of t എന്ന് പറഞ്ഞാൽ t plus I t square ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ 1 2 എന്തായി? it ആയി മാറി. അപ്പൊ z dash of t എന്ന് പറഞ്ഞാൽ 1 plus 2 it ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഇന്റഗ്രൽ ഓവർ c എന്താണ്? z അല്ലെ ഓവർ dz എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ c f of z dz ഈക്വൽ ടു അല്ലെ? നമുക്ക് ഇത് ലൈൻ ഇന്റഗ്രേഷനാണ് പോകുന്നത്. പാത്ത് അല്ലെങ്കിൽ ലൈൻ ഇന്റഗ്രേഷൻ ആണെങ്കിൽ പാത്ത് ഇന്റഗ്രേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇന്റഗ്രൽ 0 to 1 f of z of t into z dash of t into dt ആണ് വരിക ഇക്വേഷൻ. ഇതിലേക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമുക്കറിയാം f of z of t നമ്മൾ ഓൾറെഡി കണ്ടെത്തി. t minus I t square ആണ്. z dash of t എന്ന് പറഞ്ഞ എന്താണ്? 1 plus 2it ആണ് നമ്മളെ അതിന്റെ വാല്യൂ. ഈ നേരെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇന്റഗ്രേഷൻ വാല്യൂ കണ്ടെത്തിയാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ എങ്ങനെ ചെയ്യാം? ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1. നമുക്കറിയാം f of z of t എന്ന് പറഞ്ഞാൽ t minus I t square ആണ്. z dash of t എന്ന് പറഞ്ഞാൽ 1 plus 2it ആണ് into dt. ഇത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? 0 to 1 എന്തായി? t plus 2it square minus it square 2 into minus 1 into എന്തായി? t cube into dt equal to 0 to 1 അല്ലെ? ഇവിടെ നോക്കുക, ഇത് ഒരേ ടേം ഉണ്ട്. ഇവിടെ -1 എന്നിട്ട് എന്താണ്? I into I എന്ന് പറഞ്ഞാൽ I square ആണ്. ദാറ്റ് ഈസ് -1. ഇവിടെ എന്ത് കിട്ടി? t plus it square അല്ലെ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ it square ആയി. ഇവിടെ പ്ലസ് 2i അല്ലെ? 2 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ എടുത്ത് എഴുതേണ്ടി വരും. അപ്പൊ എന്താവും? ഇവിടെ വരിക 2 എന്തായി? t cube ആയി into dt ഈക്വൽ ടു ഇതിന് ഇന്റഗ്രേഷൻ t നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t square by 2i പ്ലസ് t square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t cube by 3i
പ്ലസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 4/4 ആയി അല്ലെ. ഇനി എന്ത് ചെയ്യാ, ലിമിറ്റ് ആണ് 0 to 1 എന്നാണ്. ഇനി എന്ത് ചെയ്യാ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ മതി, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുക്കണ്ട. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 പ്ലസ് i ഇൻറ്റു 1/3 പ്ലസ് 2/4 ഈക്വൽ ടു ഇവിടെ 1/2 പ്ലസ് i 1/3 പ്ലസ് 2/4 എന്ന് പറഞ്ഞാൽ 1/2. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തായി, 1/2 പ്ലസ് 1/2 എന്ന 1 പ്ലസ് i 1/3 എന്ന ഇതിലേക്ക് വന്നു അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇതിന് നേരെ എന്താ ഇത് -1 കിട്ടിയത് i ഇൻറ്റു i സ്ക്വയർ ആണ്. അപ്പൊ i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 അല്ലെ. i സ്ക്വയർ ഈക്വൽ ടു എന്താണ്, -1 ആണ്. അപ്പൊ -1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ +2 t ക്യൂബ് ആയി മാറി. ഇനി എന്ത് ചെയ്തു, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക, ടി സ്ക്വയർ ബൈ 2 ടി ക്യൂബ് ബൈ 3 ടി റേസ് ടു 4/4. അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക, ലോവർ ലിമിറ്റ് 0 ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 1/2 1/3 ഇവിടെ എന്തായി 1/4. അപ്പൊ ഇവിടെ ക്യാൻസലേഷൻ ചെയ്ത് പോയപ്പോ 1/2 ആയി. അപ്പൊ എന്ത് കിട്ടി, 1/2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 പ്ലസ് i 1/3. അപ്പൊ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതുകയാണെങ്കിൽ 1 പ്ലസ് i ബൈ 3 ആണ് ഇതിന്റെ പാത്ത് ഇന്റഗ്രേഷന്റെ വാല്യൂ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ക്ലോസ് ഇന്റർവൽ ഓവർ c z ഡാഷ് z ബാർ dz ന്റെ ഇന്റഗ്രേഷൻ വാല്യൂ. അപ്പൊ അതോടുകൂടി സെക്ഷൻ എ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ഏതാണ്, ബി ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.